ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാനിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സീരീസാണിത്. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് 8 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇന്ന് 9th ക്വസ്റ്റ്യൻ തൊട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Apomixis is a blessing to agriculture. Justify the statement with reasons. Okay. അപ്പം ആദ്യം നമ്മൾ എന്താണ് അപ്പോമിക്സിസ് എന്ന് അറിയണം. അപ്പോൾ അവർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അപ്പോമിക്സിസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനും അതുപോലെ കൃഷിക്കാർക്കും ഒക്കെ ഒരു അനുഗ്രഹമാണ്, അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുക, അതിന്റെ റീസൺസ് എഴുതുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്ന ടെക്നിക്ക് അഗ്രികൾച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മിക്സിസിനകത്ത് ആദ്യം അത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മിക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷനാണ്. അതായത് ഒരു അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്കാണെന്ത് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമുക്കറിയാം ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ടിഷ്യൂ കൾച്ചർ എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂയോ സെല്ലോ ഉണ്ടാക്കിയെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ സെല്ലിൽ നിന്ന് എനിക്ക് ടോട്ടൽ ഒരു എൻ്റയർ ന്യൂ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കോൺസെപ്റ്റ് ആണ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, അപ്പൊ ഈ ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എങ്കിൽ ആ ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടിഷ്യൂ കൾച്ചറിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും നമുക്കറിയാം. അപ്പൊ അതിനകത്ത് ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ ഡിസീസ്ഡ് പ്ലാന്റ്സിൽ നിന്ന് പോലും നമുക്ക് ഡിസീസ് ഇല്ലാത്ത പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പം അത് ഒരു കാര്യം. പക്ഷെ ഇവിടുത്തെ ചോദ്യം, ഈ അപ്പോമിക്സിസ് എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ട് അത് ഫാർമേഴ്സിന് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതൊരു ലാർജ് ക്വാണ്ടിറ്റിയിൽ എങ്ങനെ അപ്പോമിക്സിസ് ഒരു ബെനിഫിഷ്യൽ ആകുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാം. അപ്പോമിക്സിസ് എന്താണ്? ഒരു അസെക്ഷൽ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് അപ്പോമിക്സിസ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാം, നമുക്കിപ്പം ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇംപ്രൂവ്മെന്റ് വരുന്നത് ഈ ഹൈബ്രിഡ് സീഡ്സ് ഉപയോഗിക്കുമ്പോഴാണ്, അല്ലെ? അപ്പൊ ഹൈബ്രിഡ് സീഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന സീഡുകളാണ് ഹൈബ്രിഡ് സീഡ്സ്, അല്ലെ? നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എന്താണ് കുറച്ചുകൂടെ ബെറ്റർ വെറൈറ്റി ഓഫ് സീഡ്സ് ആണ് ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയും, അല്ലെ? അപ്പം ഈ സീഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ഈൽഡിങ് ആയിരിക്കും, ഒരുപാട് ഈൽഡ് കൊടുക്കും, ഒരുപാട് ലാഭം ഉണ്ടാക്കും. പക്ഷേ ഇത് അടുത്ത ജനറേഷനിൽ നമുക്ക് ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന, അതായത് ഇപ്പം ഞാൻ ഹൈബ്രിഡ് സീഡ്സ് നട്ടു, അതിനെ വളർത്തിയെടുത്തു, പക്ഷെ ഇനി ഇപ്പൊ ഉണ്ടായ പ്ലാന്റിൽ നിന്നുള്ള സീഡ്സിനെ എനിക്ക് പിന്നെ ഒന്നുകൂടെ ഞാൻ അതെടുത്ത് നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് എന്ത് കിട്ടില്ല? നേരത്തെ കിട്ടിയ ഹൈബ്രിഡ് സീഡ്സിൽ കിട്ടിയ റിസൾട്ട് കിട്ടില്ല. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായ പുതിയ സീഡ്സ്, നമ്മളിപ്പോൾ ഉപയോഗിച്ച ഹൈബ്രിഡ് പ്ലാന്റ്സിൽ നിന്നുണ്ടായ പുതിയ സീഡ്സ് എപ്പോഴും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മിയോസിസ് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. മിയോസിസ് കഴിഞ്ഞിട്ടുണ്ടായുള്ള കാര്യങ്ങൾ നമുക്കറിയാം. മിയോസിസിനകത്ത് ക്രോസിംഗ് ഓവറും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഡിസൈഡ് ആയിട്ടുള്ള ജീൻ ഇഫക്റ്റ് അവിടെ നഷ്ടപ്പെടുന്നു. അപ്പൊ പിന്നെ ഒരിക്കലും അതിന്റെ സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയതുപോലത്തെ ഈൽഡ് കിട്ടില്ല. അപ്പൊ കർഷകർ എന്ത് ചെയ്യും? പിന്നെയും പോയി ഹൈബ്രിഡ് പ്ലാന്റ്സ് വാങ്ങിക്കണം. ഇതാണ് അവിടെ വേണ്ടി വന്നിരുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പം ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, മനസ്സിലായില്ലേ? അപ്പം ഒരു ജനറേഷനിൽ ഞാൻ ഉപയോഗിച്ച പ്ലാന്റ്സ് പിന്നെ അടുത്ത സെക്കൻഡ് ജനറേഷനിൽ അതിന്റെ സീഡ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ അപ്പോമിക്സിസ് എന്ന് പറയുന്ന ടെക്നിക്ക് കണ്ടുപിടിച്ചത്. അപ്പൊ അപ്പോമിക്സിസ് എങ്ങനെയാണ് വരുന്നത്? അസെക്ഷൽ മെത്തേഡ് വഴിയാണ് അപ്പോമിക്സിസ്. അപ്പൊ അവിടെ മിയോസിസ് വരുന്നില്ല, അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ ഇല്ല. റിഡക്ഷൻ ഡിവിഷൻ ഇല്ല എങ്കിൽ ഒരിക്കലും അവിടെ എന്ത് വരുന്നില്ല? ഒരു പുതിയ ക്യാരക്ടർ ഉണ്ടാവുന്നില്ല. ഫസ്റ്റ് ജനറേഷനിൽ പ്ലാന്റ് എങ്ങനെയാണോ അത് തന്നെയാണ് സെക്കൻഡ് ജനറേഷനിലും ക്യാരി ആവുന്നത്. സെക്കൻഡ് ജനറേഷനിൽ എങ്ങനെയാണോ അത് തന്നെയാണ് തേർഡ് ജനറേഷനിലോട്ടും ക്യാരി ആവുന്നത്, അല്ലെ? അപ്പം എനിക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് ഒക്കെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് ഞാൻ ഒരു അപ്പോമിക്സിസ് സീഡ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് കർഷകർക്ക് എനിക്ക് വിൽക്കാൻ പറ്റും. ഇത് അവർക്ക് ഫസ്റ്റ് ജനറേഷനിലും ഒരേ റിസൾട്ട് ആയിരിക്കും, അതിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കുന്ന സെക്കൻഡ് ജനറേഷനിലും ഒരേ റിസൾട്ട് ആയിരിക്കും, തേർഡ് ജനറേഷനിൽ ഒരേ റിസൾട്ട് ആയിരിക്കും. മനസ്സിലായി? ഇത് ഇങ്ങനെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വേരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നില്ല. കാരണം
അത് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നില്ല, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ മൈറ്റോസിസ് വഴിയായിരിക്കും പുതിയ സീഡ്സും കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോമിക്റ്റിക് സീഡ്സ് ആർ യൂസ്ഡ് ഇൻ ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രി. ഓക്കെ, കൂടുതലായിട്ടും മുന്നേ ഹൈബ്രിഡ് സീഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥയിലോട്ടാണ് അപ്പോമിക്റ്റിക് സീഡുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Apomixis helps in production of hybrid seeds with a combination of desirable characters. In apomictic hybrid seeds, there is no segregation of characters. Farmers do not have to buy seeds every year because apomixis preserves good characters over generation for crop plants. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പോമിക്സിസ് വഴി ഉണ്ടാക്കുന്ന സീഡുകൾ എത്ര ജനറേഷൻ കഴിഞ്ഞാലും അതിന്റെ ആ ഒറിജിനൽ ക്യാരക്ടേഴ്സ് നഷ്ടപ്പെടുന്നില്ല. ഹൈ ഈൽഡിങ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ കൊണ്ടുവന്നതെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഫാർമേഴ്സിന് പിന്നെയും സീഡ്സ് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി? ഒന്നാമത്തെ ചോദ്യം. ഇനി ലിസ്റ്റ് എനി 2 ways ഓഫ് മെഷറിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് എ ഹാബിറ്റാറ്റ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യം എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ത് എന്നുള്ളതാണ്. ഇപ്പൊ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ എവിടെയായാലും ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ് എടുത്തു, ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഞാൻ എടുത്തു, അത് എത്രമാത്രം ഡെൻസ് ആണ്, അല്ലെങ്കിൽ ഒരു റൂം ഞാൻ എടുത്തു, ആ റൂമിനകത്ത് ഒരു ചെറിയ റൂമാണെന്ന് വിചാരിക്കുക, അതിനകത്ത് 50 പേര് നിൽക്കുകയാണ്. വേറെ ഒരു റൂമാണ്, അത് സെയിം സൈസ് ആണ്, അതിനകത്ത് 100 പേര് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഡെൻസിറ്റി കൂടുതൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 പേര് നിൽക്കുന്ന റൂമിനായിരിക്കും ഡെൻസിറ്റി കൂടുതൽ, അല്ലെ? അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനകത്തുള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുക. ഓക്കെ, അപ്പൊ എന്താണ് ഒരു പോപ്പുലേഷനകത്തുള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, എത്രമാത്രം ഇൻഡിവിജ്വൽസ് ആ പോപ്പുലേഷനകത്തുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവായി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി? ഉത്തരം നോക്കാം. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ ഗിവൻ ടൈം. അതായത് ഒരു ഗിവൻ ജിയോഗ്രഫിക്കൽ ഏരിയ എടുക്കുമ്പോൾ അവിടെ ഒരു പോപ്പുലേഷൻ കാണും, അതിനകത്ത് എത്രമാത്രം ഇൻഡിവിജ്വൽസ് ഉണ്ടോ അതിന്റെ എണ്ണം ആണ് എന്ത് പറയുന്നത്? നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് രണ്ടാമത്തത്, ലിസ്റ്റ് എനി 2 ways ഓഫ് മെഷറിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് എ ഹാബിറ്റാറ്റ്. ഇപ്പോൾ ഒരു ഹാബിറ്റാറ്റിനകത്ത് ഒരു സമയം എത്ര പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? അതിന് എന്തുമാത്രം എന്തൊക്കെ മെത്തേഡ്സ് ആണ് അതിനുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഒന്നാമത്തെ മെത്തേഡ് ഇവിടെ കിടപ്പുണ്ട്, ബൈ കൗണ്ടിങ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ്. അതായത് ഞാൻ ഒരു പോപ്പുലേഷനകത്തോട്ട് പോയി അതിനകത്തുള്ള എത്ര ഇൻഡിവിജ്വൽസ് അതിനകത്തുണ്ട് എന്ന് ഞാൻ ഡയറക്റ്റ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ കൗണ്ട് ചെയ്യുന്നതാണ് എന്ത്? ഡയറക്റ്റ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തുള്ള ബയോമാസിന്റെ അളവ് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ക്യാരറ്റ് ഗ്രാസും പിന്നെ അതുപോലെ തന്നെ ബനിയൻ ട്രീയുടെ ഒരു എക്സാമ്പിൾ. ഇപ്പൊ ബനിയൻ ട്രീ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബനിയൻ ട്രീയേ ഉള്ളൂ, പക്ഷെ ഒരു 200 ക്യാരറ്റ് ഗ്രാസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്തതുപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ ബനിയൻ ട്രീയെക്കാളും ഒരുപാട് എണ്ണം നമ്മുടെ ഗ്രാസിന് കൂടുതലായിരിക്കും. പക്ഷെ പ്രശ്നം ഈ 200 പാർത്തീനിയം ക്യാരറ്റ് ഗ്രാസ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പോലും ബനിയൻ ട്രീയുടെ ബയോമാസ് വരുന്നില്ല, അല്ലെ? അല്ലെങ്കിൽ ബനിയൻ ട്രീക്ക് ആ ഒരു ഹാബിറ്റാറ്റിലുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്കും അങ്ങോട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന രണ്ടാമത്തെ മെത്തേഡാണ് നമ്മുടെ എമൗണ്ട് ഓഫ് ബയോമാസ് വെച്ചിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി അളക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെയും ബയോമാസ് കൗണ്ട് ചെയ്ത് നോക്കുക. പാർത്തീനിയത്തിന്റെ ബയോമാസ് നോക്കുക, ബനിയൻ ട്രീയുടെ ബയോമാസ് നോക്കുക. അപ്പൊ അതില് കുറച്ചുകൂടെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഒരു മെഷർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് 2 മെത്തേഡ്സ്. ഒന്നാമത്തെ മെത്തേഡ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എത്ര ഡയറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുക. രണ്ടാമത്തത് എന്ത് ചെയ്യാം? നമ്മൾ അതിന്റെ ബയോമാസ് വെച്ചിട്ട് ബയോമാസ് കവർ. ഓക്കെ, എന്താണ് ബയോമാസ് കവർ? ഞാനത് ഇവിടെ എഴുതി പോകാം. ഒന്നാമത്തെ മെത്തേഡ് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കൗണ്ട് ചെയ്യുക. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇനി
രണ്ടാമത് വരുന്നത് ബയോമാസ് കവർ. രണ്ടാമത്തെ മെത്തേഡാണ് ബയോമാസ് കവർ. എത്രമാത്രം ബയോമാസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. ഇനി അടുത്ത മൂന്നാമത്തതാണ് ഇതാ ഇവിടെ കൊടുക്കുന്ന റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടോ, അതായത് റിലേറ്റീവ് മെത്തേഡ്. റിലേറ്റീവ് മെത്തേഡാണ് മൂന്നാമത്തത്. റിലേറ്റീവ് മെത്തേഡാണ് മൂന്നാമത്തത്. ഓക്കെ, അപ്പൊ എന്താണ് റിലേറ്റീവ് മെത്തേഡ് എന്ന് നോക്കാം. റിലേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഞാനിപ്പോ രണ്ട് ലേക്കിൽ പോയി. എ എന്ന് പറയുന്ന ഒരു ലേക്കുണ്ട്, ബി എന്ന് പറയുന്ന ഒരു ലേക്കുണ്ട്. അപ്പൊ അതിനകത്തുള്ള ഫിഷസിന്റെ പോപ്പുലേഷൻ എനിക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എനിക്ക് കണ്ടുപിടിക്കണം. പക്ഷെ എനിക്ക് അവിടെ ഇരുന്ന് ഓരോ ഫിഷസിനെ എണ്ണി തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്ട്രെയിനിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന ലേക്കിനകത്ത് നെറ്റിടും, വലയിട്ടിനകത്ത് നിന്ന് മീൻ പിടിക്കും. അതിനകത്ത് ചിലപ്പോൾ ഒരു 10 മീനായിരിക്കും കയറിയത്. ഇനി ഇപ്പുറത്ത് ലേക്കിനകത്ത് ഞാൻ വലയിട്ടെടുത്ത സമയത്ത് അതിനകത്ത് 100 മീൻ കയറി കാണും. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു റിലേറ്റീവ് ഒരു കമ്പാരിസൺ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മീൻ കൂടുതൽ എവിടെയാണ്, ബി എന്ന് പറയുന്ന ലേക്കിലായിരിക്കും കൂടുതൽ. ഇതിനെയാണ് എന്ത് പറയുന്നത്, റിലേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നാലാമത്തെ മെത്തേഡ്. നാലാമത്തെ മെത്തേഡിന് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇപ്പൊ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എണ്ണുന്നില്ല, ബയോമാസ് കവറേജ് നോക്കുന്നില്ല, റിലേറ്റീവ് ആയിട്ടൊന്നും നോക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ടൈഗർ സെൻസസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്തുള്ള ടൈഗർ പോപ്പുലേഷന്റെ എണ്ണമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ അതിനെ എണ്ണാൻ വേണ്ടി എന്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, നമ്മൾ ഡയറക്റ്റ് പോയി എണ്ണാത്തത്. അപ്പൊ അതിന് പകരം നമ്മൾ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയാസിൽ നമ്മളുടെ അതിന്റെ ടൈഗറിന്റെ ഫീക്കൽ പെല്ലറ്റ്സും അതുപോലെ അതിന്റെ ഫുട് പ്രിന്റ്സ്, അതായത് പഗ് മാർക്സും ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഓക്കെ ഇവിടെ ഒരു അനിമൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ നേരിട്ട് കണ്ട് എണ്ണുന്ന ഒരു മെത്തേഡ് അല്ല, അത് അവിടെ ഉണ്ട് എന്നുള്ള തെളിവിന്റെ ബേസിസിൽ എടുക്കുന്ന സെൻസസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളടുത്ത് ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് എഴുതുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ്. അപ്പം ADA ഡെഫിഷ്യൻസി, ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ, എലൈസ, ആൽഫ 1 ആന്റിട്രിപ്സിൻ, ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലോട്ട് തന്നെ അങ്ങ് പോവാം. ഉത്തരം 1 ADA ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ജീൻ തെറാപ്പിയുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ADA ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അല്ലെ, അതൊരു ജനറ്റിക് പ്രോബ്ലം ആണ്. അപ്പൊ ഈ ജനറ്റിക് പ്രോബ്ലം നമുക്ക് നോർമലി ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഹരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജീൻ തെറാപ്പി ചെയ്യുക. ഇപ്പൊ ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു കൊച്ചു കുട്ടിയുടെ കഥയൊക്കെ നമ്മൾ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജീൻ തെറാപ്പി ചെയ്ത എക്സ്പെരിമെന്റുകളും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ ബോഡിയിലൊന്ന് ലിംഫോസൈറ്റുകൾ നമ്മൾ പുറത്തെടുത്തിട്ട് അതിനെ നോർമലാക്കി തിരിച്ചകത്ത് വിടുന്ന ഒരു മെത്തേഡാണ് അവിടെ നമ്മൾ ജീൻ തെറാപ്പിയിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ADA ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ജീൻ തെറാപ്പിയായിട്ടായിരിക്കും മാച്ച് ചെയ്ത് വരുന്നത്. ഇനി അടുത്തത് ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ, അത് റോസി. റോസി എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു ട്രാൻസ്ജെനിക് കൗ ആണ് നമ്മുടെ റോസി എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ ട്രാൻസ്ജെനിക് കൗവിനെ നമ്മൾ ബയോടെക്നോളജി വഴി ഉണ്ടാക്കിയെടുത്തു. ഈ ട്രാൻസ്ജെനിക് കൗവിന്റെ മിൽക്കിനകത്ത് ഹ്യൂമൻ പ്രോട്ടീൻസ് കൂടുതലായിരുന്നു. അപ്പം പുതിയതായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അത് വളരെ വളരെ ബെനിഫിറ്റ് ആണ്. നോർമൽ കൗസ് മിൽക്ക് കൊടുക്കുന്നതിനേക്കാളും ഈ ട്രാൻസ്ജെനിക് മിൽക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, ഏറ്റവും ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്, എലൈസ എയ്ഡ്സ്. ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, എലൈസ ടെസ്റ്റ് ആണ് എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആൽഫ 1 ആന്റിട്രിപ്സിൻ. ഇതും നമുക്കറിയാം, ഈ ആൽഫ 1 ആന്റിട്രിപ്സിൻ നമ്മൾ ബയോടെക്നോളജി ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, എംഫൈസിമയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ബയോടെക്നോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് സ്പെക്ടാക്കുലർ ആൻഡ് എവല്യൂഷണറി ഫാസിനേറ്റിംഗ് എക്സാമ്പിൾസ് ഓഫ് മ്യൂച്വലിസം
ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ് ആനിമൽ റിലേഷൻഷിപ്പ്, എലൂസിഡേറ്റ് വിത്ത് എക്സാമ്പിൾസ്. ഇപ്പൊ ചോദ്യം ഇതാണ്, മ്യൂച്വലിസത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ഒരു പ്ലാന്റ് അനിമൽ റിലേഷൻഷിപ്പിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ മ്യൂച്വലിസം നമുക്കറിയാം, മ്യൂച്വലിസം എന്താണ്? രണ്ട് പാർട്ടീസും ബെനിഫിറ്റ് ചെയ്യുന്നതാണ് മ്യൂച്വലിസം. ഇപ്പൊ മ്യൂച്വലിസം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒന്ന് മൈക്കോറൈസ, ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് ഫംഗൽ അസോസിയേഷൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ ആൽഗെ ഫംഗൽ അസോസിയേഷൻസ് കണ്ടിട്ടുണ്ട്, അതിനാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനേക്കാളും ഒക്കെ ഫാസിനേറ്റിംഗ് ആണ് പ്ലാന്റ് അനിമൽ ഇന്ററാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ റീസൺ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം പ്ലാന്റ്സ് അനിമൽസിനെ ആശ്രയിക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്ലാന്റ്സിന് മെയിൻലി രണ്ട് കാര്യങ്ങളാണ് അനിമൽസിൽ നിന്ന് വേണ്ടത്. ഒന്ന് പോളിനേഷൻ, രണ്ടാമത്തത് സീഡ് ഡിസ്പേഴ്സൽ. ഒന്നാമത്തത് പോളിനേഷന്, രണ്ടാമത്തത് സീഡ് ഡിസ്പേഴ്സൽ. അപ്പം ഇതിന് പ്ലാന്റ്സ് എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ കാര്യം തന്നെ, പോളിനേഷൻ, ബീസ് പോളിനേഷന് വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ബേർഡ്സ്, അനിമൽസും ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു അല്ലെ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇന്ററാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഫിഗ് ട്രീയും വാസ്പും, പിന്നെ അതുപോലെ തന്നെ ഒഫൈറസ് എന്ന് പറയുന്ന ഒരു മെഡിറ്ററേനിയൻ ഓർക്കിഡും ബീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ രണ്ട് റിലേഷനാണ് നമുക്ക് ടെക്സ്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന സമയത്ത് മെയിൻലി ഈ രണ്ട് കാര്യങ്ങളാണ് എഴുതാനുള്ളത്. ഓക്കെ, അപ്പം ആദ്യത്തത് ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. ആദ്യത്തത് ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗ് ട്രീയിൽ എന്താണ്? ഫ്രൂട്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ ഫ്രൂട്ട്സിനകത്താണ് നമ്മുടെ വാസ്പ് വന്ന് മുട്ടയിടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാസ്പിന് എഗ് ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റാറ്റ് അവിടെ ഉണ്ടാവുന്നു. അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അതിനകത്താണ്. അപ്പം ഈ ഫിഗ് ട്രീ വാസ്പിന് എന്ത് കൊടുക്കും? അതിനകത്ത് നിന്ന് കുറച്ച് ഇമ്മേച്വർ ആയിട്ടുള്ള സീഡുകളൊക്കെ കഴിച്ചിട്ടായിരിക്കും വാസ്പിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ ട്രീയുടെ ബെനിഫിറ്റ് എന്താണ്? അടുത്ത് ഈ വാസ്പ് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് നടക്കുന്നു? പോളിനേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ള ഇന്ററാക്ഷൻ. അടുത്ത രണ്ടാമത്താണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഒഫൈറസും അതുപോലെ തന്നെ ബീസും. അപ്പൊ നോർമലി നമ്മുടെ പ്ലാന്റ്സിന് അനിമൽസിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് എന്തെങ്കിലും ഫ്ലോറൽ റിവാർഡ്സ് കൊടുക്കും. ഹണി ആയിരിക്കും, പോളൻ ഗ്രെയിൻ ആയിരിക്കും, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഫ്ലോറൽ റിവാർഡ് കൊടുത്തിട്ടാണ് നോർമലി എന്ത് ചെയ്യുന്നത്? നമ്മുടെ അനിമൽസിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്ഷൽ ഡിസീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു തരം പ്രത്യേകതരം ബീസ് ഉണ്ട്. ആ ബീസിന്റെ ഫീമെയിൽ ബീസിനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഓർക്കിഡിന്റെ ഏതെങ്കിലും ഫ്ലവറിന്റെ ഏതെങ്കിലും ഒരു ലീഫ് ഉണ്ടാക്കിയിരിക്കുക. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ ബീസ് ഇതിന്റെ പുറത്ത് വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ പുറത്ത് വന്നിരുന്ന് സ്യൂഡോ കോപ്പുലേഷൻ നടത്തും. സ്യൂഡോ കോപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിന്റെ പുറത്തുള്ള പൂമ്പൊടി നമ്മുടെ ബീസിന്റെ പുറത്ത് പറ്റും. എന്നിട്ട് ഈ ബി എന്ത് ചെയ്യും? പിന്നെയും അടുത്ത ഫ്ലവറിന്റെ പുറത്ത് വരുന്ന സ്യൂഡോ കോപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് പോളിനേഷൻ നടക്കും. മനസ്സിലായോ? അപ്പൊ ഇതിനെയാണ് സെക്ഷൽ ഡിസീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൽ ഡിസീറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ ഫ്ലോറൽ റിവാർഡ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഓക്കെ, അപ്പം ഇതാണ് ഈ രണ്ട് എക്സാമ്പിൾസും ആണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. കാര്യം ഇത് നമ്മുടെ മ്യൂച്വലിസത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഗീവ് സ്യൂട്ടബിൾ ടേംസ് ഫോർ ദ ഫോളോയിങ്. ഓക്കെ, ഇതിന് ഓരോന്നിനും ഇപ്പൊ ഇവിടെ ഒരു സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒറ്റ ടേമിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, എ ടെക്നിക് ഇൻ പ്ലാന്റ്സ് ബയോടെക്നോളജി in which two different plant protoplasts are fused to create a hybrid with desirable traits from different varieties of plants. Okay, അപ്പം എന്താണ് അവിടെ ചോദിക്കുന്നത്? ഒരു ടെക്നിക് ഓഫ് ബയോടെക്നോളജി ഉണ്ട്. ഈ ടെക്നിക് ഓഫ് ബയോടെക്നോളജി വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതിന്റെ പ്രോട്ടോപ്ലാസ്റ്റുകൾ ഫ്യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള
ആ സെൽ വാൾ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സെൽ മെംബ്രെയിനകത്ത് ഇരിക്കുന്ന സബ്സ്റ്റൻസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റിനെ കമ്പൈൻ ചെയ്യുക, പ്ലാന്റ് സെല്ലിന്റെ പ്രോട്ടോപ്ലാസ്റ്റ് കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സെൽ മെംബ്രെയിൻ റിമൂവ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് 2 പ്രോട്ടോപ്ലാസ്റ്റിനെ എടുത്ത് ഞാൻ ഒരുമിച്ച് ചേർക്കുക. ഓക്കെ, ഈ മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ മെത്തേഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സിംഗിൾ. ഇനി അടുത്തത് ജനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ്സ് ഒബ്റ്റൈൻഡ് ബൈ മൈക്രോ പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പം മൈക്രോ പ്രൊപ്പഗേഷൻ വഴി നമുക്ക് കിട്ടുന്ന ജനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ്സിന് എന്ത് പറയും എന്നുള്ളതാണ്. ഇപ്പൊ ടെക്സ്റ്റിൽ ഒറ്റ വാക്കി കൊടുത്തിട്ട് എന്ത് പറയും, നമ്മൾ സോമ ക്ലോൺസ് എന്ന് പറയും. അങ്ങനെയാണ് എന്ത് പറയുന്നത്, സോമ ക്ലോൺസ് എന്ന് പറയും. ഓക്കെ, അപ്പം 2 ചോദ്യവും മനസ്സിലായല്ലോ. ഒന്നാമത്തത് പ്രോട്ടോപ്ലാസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരുമിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ആ ടെക്നിക്കിന്, പുതിയ പ്ലാന്റ് വെറൈറ്റീസ് ഉണ്ടാക്കുന്ന ടെക്നിക്കിന് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. രണ്ടാമത് മൈക്രോ പ്രൊപ്പഗേഷൻ വഴി നമുക്ക് ലഭിക്കുന്ന ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്ലാന്റ്സിന് എന്തെന്ന് പറയും, ഇതിനെ നമ്മൾ എന്ത് പറയും, സോമ ക്ലോൺസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് സാർ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.